അത് അന്ന് പറഞ്ഞ പോലെ വാർത്തയുണ്ടാക്കി അത് ആ തെരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണ പരത്തില്ലേ. എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നടപടിയല്ലേ സ്വീകരിച്ചത്. ഇപ്പം ചെയ്തു അതിൻ്റെ മറ്റൊരു പതിപ്പാണ്. ബോധപൂർവമാണിത്. ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ? അല്ല, ഞാൻ തന്നെ കാര്യങ്ങൾ പറയുന്നത് അതിന്റെ ഭാഗമല്ലേ. ഇത് ആസൂത്രിതമായൊരു പദ്ധതിയാണ്. എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം. ഇപ്പൊ അടിയന്തരമായും പോകും, അടിയന്തരമായും പോകും. ഞാനതിന്റെ ആളുകളെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഇപ്പൊ അതിന്റെ പ്രധാനി ഇവിടെ ഇല്ല, അത് വിദേശത്തോ മറ്റോ. ഇല്ലെന്ന് DC നിങ്ങൾ മാതൃഭൂമിക്കാർ ചോദിച്ചിരിക്കുകയാണ്. ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത്? ഞാൻ കൊടുത്തിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായി സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇനിയതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിക്കാം. ആര് കൊടുക്കാൻ? പേപ്പർ കൊടുക്കാൻ? എന്ത് പേപ്പർ കൊടുക്കാൻ? പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു സാധനം പുറത്തു വരുമെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണെന്ന് ഞാൻ പറയുന്നത്. ആസൂത്രിതമായി ഇന്ന് പറഞ്ഞ 10 പ്രകാശനം പോലും അതിപ്പോൾ ഈ മാധ്യമക്കാർ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നു. എൻ്റെ പുസ്തകം ഇന്ന് 10 പ്രസിദ്ധീകരണം ഞാനീ പറയുന്നത് കേട്ടിട്ടാണ്. തീർച്ചയായും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും. പിന്നെ ഒറ്റ കാര്യം കൂടെ, ഈ പുറത്തു വന്ന ഇതിന്റെ വിവരങ്ങളും തെറ്റാണെന്നാണോ? എല്ലാ വിവരങ്ങളും തെറ്റാണ്. ഈ വന്നിരിക്കുന്ന വാർത്തകൾ മുഴുവൻ തെറ്റാണ്. എഴുതിക്കൊണ്ട് ഇരിക്കുന്നതിനകത്തും അങ്ങനെയൊന്നുമില്ല. അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾ ഞാൻ പ്രസിദ്ധീകരിക്കാം അടിയന്തരമായി. ഇ പി ജയരാജന്റെ പ്രതികരണമാണ് ലഭ്യമായത്.